പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി ഇന്ന് CBI കോടതി പ്രഖ്യാപിച്ചു. ഈ കേസിനെ നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പം അത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറി. അവരെ കുറ്റച്ചാർജ് അനുസരിച്ച് 14 പേരായിരുന്നു പ്രതികൾ. പിന്നീട് CBI അന്വേഷണം ഏറ്റെടുത്തു. CBI അന്വേഷണം ഏറ്റെടുത്തപ്പം 10 പ്രതികളുടെ കൂടുതലായിട്ട് വന്നു. അങ്ങനെ 24 പ്രതികളാണ്. ഇന്ന് CBI കോടതി വിധി പ്രസ്താവിച്ചു. 8 പേർക്ക് ഇരട്ട ജീവപര്യന്തമാണ്. അത് പീതാംബരൻ, അതുപോലെ സജി ജോർജ്, സുരേഷ് എന്നയാള്, അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബേഷ്, ഇങ്ങനെ 8 പേർക്കാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്തത്. 10ാം പ്രതിക്കും 15ാം പ്രതിക്കൂടെ ജീവപര്യന്തം കൊടുത്തു. അതും ഇരട്ട ജീവപര്യന്തമാണ്. 10ാം പ്രതി സുരേന്ദ്രനാണ് ജീവപര്യന്തം. 14ാം പ്രതി, 15ാം പ്രതി 15ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം കൊടുത്തു. അതുപോലെ തന്നെ 4 പ്രതികളൊക്കെ അവർക്ക് 5 വർഷത്തെ ശിക്ഷ. KV കുഞ്ഞിരാമൻ മുൻ MLAയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 20, 21, 22 പ്രതികൾ, അങ്ങനെ അവർ 4 പേർക്ക് 5 വർഷത്തെ ജീവപര്യന്തം, 5 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. മൊത്തം 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം, 4 പേർക്ക് 5 വർഷത്തെ തടവ് ശിക്ഷയുമാണ് CBI കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശരത് ലാലിൻ്റെയും അതുപോലെ കൃപേഷ് ലാലിൻ്റെയും അമ്മമാരുടെ വിലാപം ഇന്നും കേട്ടു. അവർ പൊട്ടിക്കരഞ്ഞു. അത് തൂക്കുകയറ് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ്. അവരുടെ മക്കളെ നഷ്ടപ്പെട്ടവരാണ് 2 അമ്മമാരും. അതുകൊണ്ട് അവർക്ക് തൂക്കുകയറ് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു അവർ വിലപിക്കുന്നത് നമ്മൾ കണ്ടു. ശരത് ലാലിൻ്റെ സഹോദരി പറഞ്ഞത്, ഇവരെ ആൾക്കാരെ ഏകദേശം 24 പ്രതികളും വെറുതെ ഇതിനകത്ത് ചില ആൾക്കാരെങ്കിലും വിട്ടുകഴിഞ്ഞാൽ പ്രതികളെ യഥേഷ്ടം ഇനിയും കൊലപാതകം നടത്തുമെന്ന് ആ പെൺകുട്ടി വിലപിക്കുന്നത് നമ്മൾ കേട്ടു. കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയപരമായി കൊലപ്പെടുത്തുന്ന അത് നമ്മൾ വളരെയധികം കേസുകൾ കണ്ടു. ഏറ്റവും സെൻസേഷണലായ TP ചന്ദ്രശേഖരൻ്റെ കേസ് നമ്മൾ കണ്ടു. ഇപ്പം പെരിയ കൂട്ടക്കലയിലെ 21, 23 വയസ്സുള്ള 2 കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തുമായിരുന്നു. ഇത് നല്ല പ്ലാൻഡ് മർഡറാണ്. അതിന് നേതൃത്വം കൊടുത്ത KV കുഞ്ഞിരാമൻ ഗൂഢാലോചന കേസിനകത്താണ് അവരെല്ലാം പ്രതി ചേർക്കപ്പെട്ടതെങ്കിലും 225 IPC പ്രകാരം കുറ്റത്തിലാണ് അവരെ ശിക്ഷിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾ ഒരാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ ഇവർ ശ്രമിച്ചു. അതിന് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു ഈ ശിക്ഷ വന്നത്. 307 പേജുകളുള്ള വിധിന്യായത്തിൽ കോടതി CBI കൃത്യമായി ശ്ലാഘിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ ഇതിനകത്ത് ധാരാളം കൊണ്ടുവന്നു CBI. അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. മരണപ്പെട്ട ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ബ്ലഡ്, അതിൻ്റെ DNA സാമ്പിൾ എടുത്തിരുന്നു. ആ സാമ്പിള് അവരുപയോഗിച്ച കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളിലെ ആ വാളിലൊക്കെ കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് പ്രതികളിൽ കൂടി റിക്കവർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലാണ് ഈ 2 കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെയും ബ്ലഡ് സ്റ്റെയിൻസ് അതിലുണ്ടായിരുന്നു. അങ്ങനെ വളരെ ശാസ്ത്രീയമായി പ്രതികളിലേക്ക് തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 307 പേജുകളുള്ള വിധിന്യായത്തിലെ പോലീസിൻ്റെ അല്ലെങ്കിൽ CBI ശ്ലാഘിച്ച് സാക്ഷികളെ കൃത്യമായി അതിനകത്ത് കൊണ്ടുവന്നു. അവർ കോടതിയിൽ ആ സാക്ഷികൾ മൊഴികൾ കൊടുത്തു. ശാസ്ത്രീയമായ തെളിവുകൾ പലതും പ്രതികൾക്ക് എതിരാണ്. അങ്ങനെയാണ് 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം കൊടുക്കാനുണ്ടായ കാരണം. കോടതി ഏതായാലും ക്യാപിറ്റൽ പണിഷ്മെന്റിലോട്ട് പോയില്ല. അവർക്ക് തൂക്കുകയറ് തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികരിച്ചത്. അവരതിന് അപ്പീൽ പോകുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ തന്നെ 10 പേരെ ഇരട്ട ജീവപര്യന്തവും മറ്റ് 4 പേരെ ശിക്ഷിച്ചത് 14 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. മൊത്തം 24 പ്രതികളായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ശിക്ഷിച്ചവരുടെ ശിക്ഷ പോരാ. വെറുതെ വിട്ടവർക്കും ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയവർക്കും ഇനിയും ശിക്ഷിക്കപ്പെടണം.
അതിന് അപ്പീലിൽ പോകും ആ വീട്ടുകാർ. അതോടൊപ്പം തന്നെ പ്രതികൾ ഇതിന് തീർച്ചയായിട്ടും അവർ അപ്പീൽ പോകുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതി ഇത് മുഴുവൻ വീണ്ടും പരിശോധിക്കും. ഇതിനകത്ത് വന്നു ചേർന്നിരിക്കുന്ന എവിഡൻസുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്ത ശാസ്ത്രീയ എവിഡൻസ് ഒക്കെ ഇനി അതിന് മാറ്റം ഉണ്ടാവില്ല. കാരണം അതൊരു കൺക്ലൂസീവ് പ്രൂഫായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും വലിയ പ്രതിഫലനം ഉണ്ടാക്കും. കാരണം രാഷ്ട്രീയപരമായി എതിർചേരികളെ വകവരുത്തുന്നത് പാടെ കേരളത്തിൽ നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനൊരു സംഭവം ഇനി ഉണ്ടാകരുതെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ആ രീതിയിലേക്ക് രാഷ്ട്രീയ നേതൃത്വം ചിന്തിക്കണം, ജില്ലാ നേതൃത്വം ചിന്തിക്കണം. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി നമുക്ക് ഉണ്ടാകാൻ പാടില്ല, കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും. അതുപോലെ CBI ജഡ്ജി N ശേഷാദ്രിനാഥിൻ്റെ വിധിയാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതിനകത്ത് 14 പേർ കുറ്റക്കാരെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു, 10 പേരെ വിട്ടുപോയിരുന്നു. ഇപ്പം തന്നെ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തവും 4 പേർക്ക് 5 വർഷത്തെ ശിക്ഷയും കൊടുത്തു കഴിഞ്ഞു അദ്ദേഹം. ഏതായാലും ശിക്ഷയിൽ അവർ വീട്ടുകാരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായ കോൺഗ്രസ്സുകാർ അത് സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മക്കളെ നഷ്ടപ്പെട്ട പേരൻസിന് തീർച്ചയായിട്ടും സംതൃപ്തി കിട്ടൂല. അവർ അപ്പീലിന് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഈ ഒരു വിധിയോടെ ഉണ്ടാകും. അവർക്കൊക്കെ തീർച്ചയായിട്ടും CBI കോടതിയിൽ അപ്പീൽ ഹൈക്കോടതി പോകാൻ അവർക്കുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് അപ്പീൽ അവർ പോകും. ഇനി 2 പേരെ നേരത്തെ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞാൽ വിട്ടയച്ചിരുന്ന ആ 2 പ്രതികൾ തീർച്ചയായിട്ടും കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി അവരെ ഇനി റിമാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി അവരെ ജയിലിലേക്ക് അയക്കേണ്ടിയും വരും.